All right, so let's move on further. You can see different types of solutions. പല ടൈപ്പിലെ സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. You have already studied about solute, solvent and solutions. ടീച്ചർ ഓൾറെഡി സൊല്യൂട്ടിനെ കുറിച്ചും സോൾവെന്റിനെ കുറിച്ചും സൊല്യൂഷനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. സൊല്യൂട്ട് എന്താണ്? നമ്മൾ ഉപ്പ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കുമ്പോൾ ഉപ്പിന് പറയുന്നതാണ് സൊല്യൂട്ട്. വെള്ളം ആ ഉപ്പിനെ കലക്കുന്നതുകൊണ്ട് ആ വെള്ളത്തിനകത്തോട്ടല്ലേ നമ്മൾ ഉപ്പിടുന്നേ. സോ ആ വെള്ളത്തിന് പറയുന്നതാണ് സോൾവെന്റ്. എന്നിട്ട് നമ്മൾ ഈ ഉപ്പും വെള്ളവും ഒരുമിച്ച് കലങ്ങുമ്പോഴാണ് അതിന് ഉപ്പ് വെള്ളം എന്ന് പറയുന്നത്. ആ ഉപ്പ് വെള്ളത്തിന് പറയുന്നതാണ് സൊല്യൂഷൻസ്. So നമ്മൾ കാണുന്നുണ്ട് all solutions are homogeneous mixtures. Okay, നമ്മൾ കാണുന്നുണ്ട് all solutions are homogeneous mixtures. Now most of the solutions that that we use are those in which solid state substance is dissolved in a liquid. നമ്മൾ കാണുന്നുണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സൊല്യൂഷനകത്ത് നമ്മൾ കൂടുതലും സോളിഡ് സബ്സ്റ്റൻസ്, ദാറ്റ് ഈസ് ഉപ്പ് എന്ന് പറയുന്നത് കട്ടി സോളിഡ് ഫോമിലല്ലേ. അതുപോലെ ഷുഗർ എന്ന് പറയുന്നത് സോളിഡ് ഫോമിനാണ്. സോ ഈ സോളിഡിനെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ കലക്കുന്നു. സോ ലിക്വിഡിനകത്ത് നമ്മൾ ഇട്ടിട്ട് കലക്കുന്നു. സോ അതിന് പറയുന്നതാണ്. സോ അത് നമ്മൾ കാണുന്നുണ്ട് സൊല്യൂഷൻ അങ്ങനാണ് നമ്മൾ കൂടുതലും കാണുന്നത്. ബട്ട് ഓൾ സൊല്യൂഷൻസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. പക്ഷെ എല്ലാ സൊല്യൂഷനും ലിക്വിഡ് സ്റ്റേറ്റിലല്ല നമ്മൾ കാണുന്നത്. സൊല്യൂഷൻസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ സോളിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. സോ ലിക്വിഡ് ഫോമിൽ മാത്രമല്ല നമ്മൾ സൊല്യൂഷൻ കാണുന്നത്, നമുക്ക് സൊല്യൂഷൻ സോളിഡ് സ്റ്റേറ്റിലും ഗ്യാസ് സ്റ്റേറ്റിലും നമ്മൾ കാണുന്നുണ്ട്. നൗ എക്സാമിൻ ദിസ് ടേബിൾ. ഈ ടേബിൾ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? യു ക്യാൻ സി what can you see? You can see brass. Brass എന്ന് പറയുന്നത് zinc and copper ആണ്. Correct? So this is the same table. ഇവിടെ ഇരിക്കുന്നത് brass, zinc and copper ആണ്. So brassനകത്ത് brass ഒരു solution ആണ്. So brassനകത്ത് ഈ zinc ഉം copper ആണ് mix ചെയ്ത് ഇരിക്കുന്നത്. Correct? So solid dissolved in solid. Right? So solid ആണ് സോളിഡിനകത്ത് തന്നെ മിക്സ് ആയിട്ട് ഇരിക്കുന്നത്. So that is how you explain solid dissolved in solid. Now soda, water and carbon dioxide. Water എന്ന് പറഞ്ഞാൽ liquid dissolved in gas ആണ്. See that? Gas, soda എന്ന് പറഞ്ഞാൽ water and carbon dioxide. Gas dissolved in liquid. Carbon dioxide എടുത്ത് നമ്മൾ വെള്ളത്തിനകത്ത് നമ്മൾ ഇടുമ്പോഴാണ് നമുക്ക് സോഡ കിട്ടുന്നത്. Excuse me. All right, and then next you have glycerin dissolved in water. Correct? So glycerin dissolved in water എന്ന് പറയുന്നത് glycerin water ആണ്. Correct? So glycerin liquid dissolved in liquid ആണ് ഇവിടെ കാണുന്നത്. ആൻഡ് അതുപോലെ തന്നെ അടുത്തതിൽ നമ്മൾ എയർ കാണുന്നുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ വേപ്പർ എക്സെട്ര. ഇതെല്ലാം ഗ്യാസ് ആണ്. കറക്റ്റ്? സോ ഇതെല്ലാം ഗ്യാസ് ആയതുകൊണ്ട് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എല്ലാം ഗ്യാസ് ഇൻ ഗ്യാസ്. റൈറ്റ്? ഗ്യാസ് ഡിസോൾവിംഗ് ഗ്യാസ് എന്ന് എഴുതണം. All right, so this is what we see inside this. Next you see separations of mixture. എങ്ങനെയാണ് ഒരു മിക്സ്ചറിനെ മറ്റൊരു അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്? അതിന്റെ ഓരോ ലെയർ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. Till now we have discussed substances that have more than one substance mixed or dissolved. Can such substances be separated? നമ്മൾ കണ്ടു. നമുക്ക് സാൻഡ്, മണ്ണ് എടുത്ത് ഒരു ഗ്ലാസിനകത്ത്, വെള്ളത്തിന്റെ ഗ്ലാസിനകത്ത് ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ കലക്കുമ്പോൾ what will be the result? എന്താണ് അതിന്റെ റിസൾട്ട്? Add some salt. നമ്മൾ കാണുന്നുണ്ട് അതിന് അടിമട്ടില് കണ്ടോ, അടിഭാഗത്ത് മണ്ണ് അതുപോലെ കിടക്കുന്നുണ്ട്, മേളില് വെള്ളം ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പ് എടുത്ത് വെള്ളത്തിൽ നമ്മൾ കലക്കുമ്പോൾ എന്താണ് ഉപ്പിന് പറ്റുന്നത്? അതങ്ങ് കലങ്ങുന്നുണ്ട്. കറക്റ്റ്? സോ യു കനോട്ട് സീ ദ salt at all. So what is the difference that you notice in this? ഇത് നമ്മൾ കാണുന്നുണ്ട്. It is a heterogeneous mixture. അത് മിക്സ് ആവുന്നില്ല എന്നാ, പക്ഷെ salt water is a homogeneous mixture. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഹോമോജീനസ് മിക്സ്ചറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാവോ? നോ, യു കനോട്ട്. പക്ഷെ heterogeneous mixture എന്ന് പറഞ്ഞാൽ സാൻഡ് വാട്ടറിനെ നമുക്ക് ഫിൽറ്റർ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. Now how can you separate sand from a mixture of sand and water? You can use a filter. Correct? See this? You can use a funnel, you can use a filter paper, right? And now try discussing with your friend. Okay, so you can see അതില് നമ്മൾ വേറൊരു പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് നമ്മൾ വായിക്കുന്നുണ്ട്. Decantation. Decantation is the process of separating the clear liquid above after sedimentation of the components of the mixture. എന്ന് പറഞ്ഞാല്
ഈ നമ്മൾ അടിഭാഗത്ത് മണ്ണ് അടിമട്ടായിട്ട് വരുമ്പോഴും മേളിൽ തെളിഞ്ഞ വെള്ളം കാണത്തില്ലേ, അന്നേരം നമ്മൾ എന്തോ ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിന് ആദ്യം ആ മണ്ണെല്ലാം അടിയാൻ വേണ്ടി നോക്കിയിരിക്കും. സോ സെഡിമെന്റേഷൻ ഓഫ് ദ കമ്പോണൻസ് നടക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കും. എന്നിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നത്, ആ ക്ലിയർ ലിക്വിഡ്, മേളിലുള്ള ക്ലിയർ ലിക്വിഡിനെ നമ്മൾ വേറെ പാത്രത്തിലോട്ട് നമ്മൾ ഒഴിച്ചു വെക്കും. ദാറ്റ് ഈസ് separating the clear liquid. Okay, so decantation endana, it is the process of separating the clear liquid above after the sedimentation of the components of the mixture. That means components of mixture ella sediment cheyyumbothekku അടിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആ മേളത്തെ ആ ക്ലിയർ ലിക്വിഡിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വിടും. Now, making water clear. Is the water obtained after decantation clear? നമ്മൾ ഈ ഇങ്ങനെ അത് അടിമട്ടെല്ലാം നമ്മൾ അടിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മേളിൽ തെളിഞ്ഞ വെള്ളം, അത് കറക്റ്റ് ആയിട്ട് നല്ലപോലെ തെളിഞ്ഞിരിക്കുവാന്നോ? വലുതായിട്ട് തെളിഞ്ഞിട്ടില്ല അല്ലേ, അത് എന്നാലും കലങ്ങുന്നതായിട്ട് ചെറുതായിട്ട് കലങ്ങിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. സോ എങ്ങനെയാണ് അതിനെ വൃത്തിയാക്കുന്നത്, എങ്ങനെയാണ് അതിനെ ക്ലിയർ ചെയ്യുന്നത്? നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാം. നമുക്കൊരു ഫണലിനകത്ത് ഒഴിക്കാം, ടീ സ്ട്രെയിനർ, നമ്മൾ ടീ സ്ട്രെയിനറിനകത്ത് ഒഴിക്കാം, നമുക്ക് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ആ വെള്ളം തെളിയിച്ച് വരുമ്പോൾ അതിന് അടിമട്ടെല്ലാം മാറ്റാം. ക്ലോത്ത് പ്ലീസ്, വേണ്ട നമ്മുടെ തോർത്ത് പോലത്തെ ഒരു ക്ലോത്ത് പീസ് എടുക്കാം, ബാംബു ബാസ്കറ്റ് ഒഴിക്കുമ്പോഴത്തേക്ക് ആ മണ്ണെല്ലാം കൂടെ അതിൽ തെളിഞ്ഞു വരും. കറക്റ്റ്. സോ യു ക്യാൻ സീ, യു ക്യാൻ യൂസ് ഓൾ ഓഫ് ദിസ് ഫോർ ക്ലിയർ മേക്കിംഗ് ദ വാട്ടർ clear. Now filter paper, filter water using a ഏതൊക്കെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തേ? Which materials did you select and why did you select it? So I would say select a filter paper, correct? So filter paper lode പോകുമ്പോഴത്തേക്ക് അരിച്ച് ഇങ്ങനെ അങ്ങ് കിട്ടും. Can you see this? Yeah. So filter water using a folded filter paper kept in the funnel as shown in the figure. So ഈ filter paper എടുത്തിട്ട് ഈ ഫണലിനകത്ത് മടക്കി വെക്കുക. കണ്ടോ, ഇതുപോലെ മടക്കി വെക്കണം. എന്നിട്ട് ആ വെള്ളം, ആ മേളി ക്ലിയർ ആയ വെള്ളം നമ്മൾ ഇതിന് മണ്ടക്കോട്ട് ഇങ്ങനെ ഒഴിക്കും. Did you get water which is more clear? Yes, we will get, because ഇതില് ആ മണ്ണിന്റെ പാർട്ടിക്കിൾസ് എല്ലാം ഇതിലങ്ങ് പറ്റി പിടിക്കും. എന്നിട്ട് നല്ല തെളിഞ്ഞ വെള്ളം മാത്രമേ താഴോട്ട് വരത്തുള്ളൂ. So what type of mesh is used for to sieve rice powder while preparing puttu and pathiri? Have you seen the different types of sieves to separate sand during construction of buildings? What is the reason for this? ഓക്കെ, സോ നമ്മൾ കാണുന്നുണ്ട് ഈ പുട്ടും പത്തിരിയും ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ അരിപ്പൊടി നമ്മൾ സീവ് ചെയ്യുന്ന നല്ല തിന്നായിരിക്കും, കൊച്ചു ഹോൾസ് ഉള്ള ഒരു സീവിലൂടെ ആയിരിക്കും അല്ലേ. അതെ, ഇതുപോലത്തെ ഈ ഒരു പാത്രത്തിന് പറയുന്നതാണ് സെപ്പറേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ നമ്മൾ അതിന് പറയുന്നതാണ് സീവ്. ഓക്കെ, സോ അത് നമ്മൾ റൈസ് പൗഡർ എല്ലാം അരിപ്പൊടിയും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. സോ അതിന്റെ ഹോൾ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും, അതിന് ഇടയ്ക്കുള്ള ആ ഹോൾസ്. കറക്റ്റ്. സോ നമ്മൾ ഈ സാൻഡ്, ഈ കൺസ്ട്രക്ഷൻ സമയത്ത് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ സാൻഡിന് ഈ ഒരു അരിപ്പയാ നമ്മൾ യൂസ് ചെയ്യുന്നത്. അന്നേരം ആ അരിപ്പയ്ക്ക് ഇച്ചൂടെ വലിയ ഒരു ഹോൾ ആയിരിക്കും ഇതിനകത്തെല്ലാം ഉള്ളത്, ഇതിനെക്കാട്ടി ഇച്ചിരി വലുതായിരിക്കും. അന്നേരം നമുക്ക് ആ സാൻഡിന്റെ വലുപ്പത്തിൽ മാത്രം, ആ സാൻഡ് മാത്രം ഇങ്ങനെ തെളിഞ്ഞ് കിട്ടും. ബാക്കി മണ്ണ് കല്ലെല്ലാം കൂടെ വേറൊരു സ്ഥലത്തോട്ട് മാറ്റി അങ്ങ് വെക്കാം. Right? So so you can use this, right? You can use this for these are the different ways that you can separate. Look at this. Another type of separation is filtration. Filtration is the process of separating the constituent particles of a mixture using a sieve. നമ്മൾ sieve ഉപയോഗിച്ച് നമുക്ക് അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം, ഒരു മിക്സ്ചറിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. Okay, and so adinu parayunnana filtration. Filtration, what is it? Constituent particles of a mixture of using can be separated using a sieve. Or sieve upayichana nammal filtration nadathunnu. How can you separate the constituents of a mixture of chalk powder and water? Endana nammal use cheyyunnathu? Namukku tea strainer use cheyyam alle. So what all materials are used? You can use a tea strainer, you can use a filter paper the same way. Okay. All right, so this is what we learned. Now separation of dissolved components. Adendana, can you separate salt from salt solution using a sieve? നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്താൽ നമുക്ക് ഉപ്പ് വെള്ളത്തിനകത്തു നമുക്ക് മാറ്റാൻ പറ്റുമോ? No, because it is a homogeneous mixture. Heterogeneous mixture ne മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റൂ. That means homogeneous എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസ് മാത്രം കലങ്ങിയിരിക്കുന്നു, ഉപ്പ് മാത്രമേ വെള്ളത്തിനകത്ത് കലങ്ങിയിരിക്കുന്നുള്ളൂ. Right? So what happens? You cannot separate salt. Correct? Now
heat water in a steel spoon using a spirit lamp. What is left behind in the spoon when the water gets evaporated? Taste it. Now you see, എന്താണ് നമ്മൾ ഒരു ഉപ്പുവെള്ളം എടുത്ത് നമ്മൾ സ്റ്റീൽ സ്പൂണിനകത്ത് നമ്മൾ ഇങ്ങനെ ആ ഒരു ലാമ്പ് ഒരു ഇച്ചിരി തീയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വെച്ച് ആ വെള്ളം വറ്റിച്ച് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ആ സ്പൂണിന്റെ മണ്ടയ്ക്ക് നമുക്ക് കൊച്ചു കൊച്ചു തരികൾ കാണാം. അതെന്താണെന്ന് അറിയാവോ? അതാണ് ഉപ്പ്. സോ അങ്ങനെയാണ് വാട്ടർ ഇവാപറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് ആ വെള്ളത്തിനകത്തുള്ള ഉപ്പ് നമുക്ക് ബാക്കി ആ സ്പൂണിന്റെ മണ്ടയ്ക്ക് തന്നെ കാണും. സോ ആ ഒരു പ്രോസസ് അതാണ്, അത് സെപ്പറേഷൻ ആണ്. ദാറ്റ് ഇസ് വൺ വേ ഓഫ് സെപ്പറേറ്റിംഗ് സബ്സ്റ്റൻസസ്. ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ഇവാപറേഷൻ. സോ ഇവാപറേഷനിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത്. റൈറ്റ് നൗ evaporation endana? It is a process by which the liquid absorbs heat and gets converted into vapor. So endana evaporation endana? ee nammal ചൂടാക്കുമ്പോഴത്തേക്ക് ആ വെള്ളത്തിനെ ചൂടാക്കുമ്പോഴത്തേക്ക് ആ വെള്ളം ചൂടങ്ങ് കേറി അങ്ങ് പിടിക്കും. ആ ചൂട് കേറി പിടിക്കുമ്പോഴത്തേക്ക് അതിന്റെ ടെമ്പറേച്ചർ അങ്ങ് കൂടും. ടെമ്പറേച്ചർ കൂടുമ്പോഴത്തേക്ക് ഈ വെള്ളം ആവിയായിട്ട് അങ്ങ് മാറും. ആവിയായിട്ട് മാറുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് മാത്രമല്ലേ ആവിയായിട്ട് മാറാൻ പറ്റൂ, അതിനകത്ത് കലങ്ങിയിരിക്കുന്ന ഉപ്പ് എന്തോ പറ്റും, അവിടെ തന്നെ അങ്ങ് ഇരിക്കും, പറ്റിയിരിക്കും. So that is a process. Evaporation is a process which we use to separate these constituents. All right, to separate things like this. All right, so let's move on further. You see, so you can see what other mixtures can be separated through evaporation. You can write whatever mixture you see. നമുക്ക് തിളപ്പിക്കുമ്പോഴെല്ലാം അതിന്റെ ഉപ്പുവെള്ളം, you can see any other things that you would, sugar solutions, anything, whatever you see, you can see that those crystals over there. Okay, now what is the source, which is the source of heat required to evaporate water in salt pans? So salt pans inathu nammal what is the source of heat? You see, large scale evaporation is done by putting that in the under the sun, right? So sun is the best source of heat, where you have the salt water is evaporated, and salt you get. See this man, see he's taking salt. This is how you get salt, right? So you let it heat in the sun, and that's how the water evaporates to water vapor, and remaining is salt, right? So let's just wind up our class for today, and in the next class we'll talk on further about separations. All right, and if you have any questions, please do message me and let me know.